ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അപ്പോൾ പൂരം കൊടിയേറുന്ന ദിവസം ഞാൻ നിങ്ങളടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. വേറൊന്നുമല്ല, ബിഗ് ബോസിൻ്റെ ഇതുവരെയുള്ള സീസൺ നിങ്ങൾ കണ്ടതിൽ ബിഗ് ബോസിനൊരു കിങ് ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? അഥവാ ഇതുവരെയുള്ള സീസൺ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച പെർഫോമർ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആളുടെ പേര് എഴുതിയാൽ മതി. അതോടൊപ്പം തന്നെ ഒരു ക്യൂൻ ആരാണ്? ആ റാണി അഥവാ രാജ്ഞി, ബിഗ് ബോസിൻ്റെ ഒരു രാജ്ഞി ഉണ്ടെങ്കിൽ അതാരാണ്? അതായത് അതിനകത്ത് ഇപ്പോൾ രാജ്ഞി എന്നുള്ള സംഭവം മാത്രമൊന്നുമല്ല, ഏറ്റവും നല്ല സ്റ്റബേണായിട്ട് വളരെ കട്ടയ്ക്ക് ഇപ്പം ഓപ്പോസിഷനിൽ നിന്ന ഒരാണും ഒരു പെണ്ണും എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരും ആണോ പെണ്ണോ മറ്റുള്ള ഇതര ഏത് ജെൻഡേഴ്സിലുള്ള ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ചോദ്യം. ഇനി അതോടൊപ്പം തന്നെ ഇത്രയും കാലം കണ്ട ബിഗ് ബോസിലെ ഏറ്റവും മികച്ച വാഴ ആരാണ്? ഒരു വാഴയോ ഒന്നിലധികം വാഴയോ ആയിരിക്കും. കാരണം തുടക്കം മുതൽ അവസാനം വരെ വെറും വാഴയായിട്ട് മാത്രം നിന്നിട്ടുള്ള ആൾക്കാർ എന്നുള്ളത് ആരൊക്കെ ആയിരിക്കും? അതോടൊപ്പം തന്നെ ബിഗ് ബോസിൻ്റെ ഇന്നേ വരെയുള്ള സീസണുകളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തുടക്കം മുതൽ ഒരു കളിയും കളിക്കാതെ അവസാനം ടോപ്പ് 5 വന്ന ആ നേരത്തെ പറഞ്ഞ ആ വാഴകളുടെ ഗണത്തിൽപ്പെടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം വെറുതെ ജസ്റ്റ് മിണ്ടിയും പറഞ്ഞൊക്കെ പോയി ഇനി അങ്ങോട്ട് കോൺട്രവേഴ്സിയുടെ പീക്കിലേക്കൊക്കെ പോകാനുള്ള സംഭവമാണ്. ഇനി ഞാനൊക്കെ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോയുടെ താഴെ വന്ന കമൻറ്റാണ്, രേണുസുതിയുടെ PR എടുത്തിരിക്കുവാണോ മുഫ എന്ന് പറഞ്ഞു. കാരണം ഓരോ സീസണിലും ഓരോ വ്യക്തികളുടെ PR ആക്കൽ സ്ഥിരം പരിപാടിയാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞില്ല എങ്കിലാണ് നമുക്കൊന്നും തോന്നുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. നമ്മളെ വിമർശിക്കാനെങ്കിലും ആൾക്കാരുണ്ട്. കാരണം മൂപ്പൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതെനിക്കൊരു ക്രെഡിറ്റാണ്. ഞാനത് പറയുന്നു എന്നുള്ള കാര്യം അവർ ശ്രദ്ധിക്കുന്നുള്ളതാണ്. അതിന് ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ, നെഗറ്റീവായിട്ടൊന്നും കാണുന്നേ ഇല്ല. മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ചിന്തിക്കും ഇതൊക്കെ എനിക്ക് ആങ്കർ ഇഷ്യൂസ് ഒക്കെ ചില സമയത്ത് എനിക്കും വരാറുണ്ട്. ഈ പറയുന്നതൊക്കെ എന്താ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോഴേക്കും എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരാറുണ്ട്. ബട്ട് ഇനി നിങ്ങളെ എടുത്ത് ഏറി കയറ്റിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ കുറ്റം പറഞ്ഞോളൂ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. കാരണം അതൊരു പാർട്ട് ഓഫ് ദ ഗെയിം എന്നുള്ള സംഭവമാണ്. കുറച്ചധികം കാര്യങ്ങൾ എനിക്കും കുറച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഏരിയയോടെ ഞാൻ മനസ്സിലാക്കി. പിന്നെ മുൻകാല സീസണുകളെ അപേക്ഷിച്ചിട്ട് ഈ സീസണിൻ്റെ അകത്ത് എന്താണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന റിവ്യൂവിലെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാക്കി നിങ്ങൾ അതിന് അഭിപ്രായം അപ്പം പറഞ്ഞാൽ മതി, ഇപ്പം പറയണ്ട. കുറേ അധികം എനിക്ക് നേരെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ചില ആൾക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് മോശപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള വളരെയധികം കാര്യങ്ങളൊക്കെ നിരന്തരം കേൾക്കുന്നതാണ്. പിന്നെ PR ആരോപണം ഇപ്രാവശ്യം രേണുസുതി അതാണ്. പിന്നെ കുറച്ചധികം വീഡിയോസ് യൂട്യൂബിൻ്റെ അകത്ത് ഇങ്ങനെ ചികഞ്ഞപ്പോൾ BBയുടെ സംഭവം നമ്മൾ സെർച്ച് ചെയ്ത് കാണാൻ ശ്രമിച്ച സമയത്തൊക്കെ കാണുന്നൊരു മുഖം മറ്റാളുടെ അല്ല, രേണുസുതിയുടെയാണ്. രേണുസുതിയുടെ മുഖവും ശാരികയുടെ മുഖവും പല സ്ഥലങ്ങളിൽ പല ട്രോൾ മീമായിട്ടും പല വീഡിയോസ് ആയിട്ടൊക്കെ കാണുന്നുണ്ട്. രേണുസുതി ആഞ്ഞടിച്ചു. രേണുസുതി ആ സ്ത്രീയുടെ മുഖത്ത് ആഞ്ഞടിച്ചു. രേണുസുതിയാണ് ആ പ്രശ്നം ഫസ്റ്റ് ആ വീട്ടിൽ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ പ്രശ്നം ഉണ്ടാക്കിയത് രേണുസുതിയാണ്. ഇന്നത്തെ ഈ നടക്കാൻ വേണ്ടിയിട്ട് സംഭവം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം സംഭവം കാണുന്നുണ്ട്. ഞാൻ അപ്പം ആലോചിച്ചത് ആ വീഡിയോ ഇട്ട ആൾക്കാരെ കുറിച്ചല്ല. കാരണം ഒരുപാട് ആൾക്കാർ BBയുടെ റിവ്യൂ ആയിട്ട് ചെയ്യുന്നത് എല്ലാവരും ചെയ്യണം കേട്ടോ. ഞാനൊരു റിവ്യൂറൊന്നുമല്ല, ഞാനൊരു BB പ്രേക്ഷകൻ മാത്രമാണ്. ഞാൻ ഒരിക്കലും റിവ്യൂറല്ല. എന്നെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വേണ്ട. പക്ഷേ ഈ പുതിയ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആൾക്കാരിലേക്ക് എത്തുന്ന അപ്പം അവരുടെ മനസ്സിനകത്ത് പോലും ചില പേരുകൾ ഇവരൊക്കെ ആയിരിക്കും കുറച്ച് ഗെയിം സ്ട്രാറ്റജി മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായിരിക്കാം രേണുസുതിയുടെയൊക്കെ പേരുകൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിൽ ഒരു തെറ്റുമില്ല. കാരണം ഒരു ഗെയിമിൻ്റെ എല്ലാത്തരം ഓളങ്ങളും വേണം, ട്രോളുകൾ വേണം, ചില തരത്തിലുള്ള കോൺട്രവേഴ്സീസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫാൻ ഫൈറ്റ് ഒക്കെ വേണം. പക്ഷേ അതൊക്കെ ഒരു അതിര് കടന്നു പോകാത്ത രീതിയിലേക്കൊക്കെ ഉള്ളതായി കഴിഞ്ഞാൽ വളരെ ഒരു കാര്യം. ഇത്തവണത്തെ BBയുടെ ഏറ്റവും വലിയ പ്രത്യേകത വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ മതി. എല്ലാവരെയും കുറിച്ച് ഞാനും നന്നായിട്ട് അറിഞ്ഞു. അപ്പം ഇവരെല്ലാവരും വരുന്നിടത്ത് കുറച്ചധികം ആൾക്കാരുടെ ലൈഫിൻ്റെ അകത്ത് വളരെയധികം അവരുടെ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നതോ ഞാൻ പറയുന്നതോ അല്ല, സാധ്യതയുള്ളൊരു കാര്യം പറയും. BBയെ കുറിച്ച് മനസ്സിലാക്കിയ ഒരാളെന്നല്ലേ. കാരണം ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള പാസ്റ്റ് സ്റ്റോറി, ഇവരൊക്കെ തന്നെ സ്റ്റോറിയെ കുറിച്ച് പറയിപ്പിക്കുന്ന കഥ BBക്കകത്തുണ്ടെന്നുള്ള അറിയാമല്ലോ. കോൺട്രവേഴ്സിയുടെ ഏറ്റവും ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ അവർ സ്റ്റോറി അഥവാ എൻ്റെ സ്വന്തം കഥ എന്നുള്ള എൻ്റെ ജീവിത കഥ എന്നൊക്കെ ഉള്ള രീതിയിൽ പാസ്റ്റ് ലൈഫിനെ കുറിച്ചായിരിക്കും ഒരു കൂടുതൽ പറയാൻ ശ്രമിക്കുക. ആ പാസ്റ്റ് ലൈഫിൻ്റെ സംഭവമായിട്ട് ബന്ധപ്പെടുത്തി ഇത്തവണ ഉള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിൻ്റെ പല കാര്യങ്ങളും റിവീൽ ആവാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ സീസണിലാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം BBക്കകത്ത് ഇനി ചർച്ചയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ സീസണുകളിലൊക്കെ ചിലരുടെ ഇതൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ അതിൽ കൂടുതൽ ആൾക്കാരുടെ കാര്യങ്ങൾ ഞാൻ പറയുന്നു, ഇപ്പോഴും ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നു എന്നല്ല, അത് വരും, ആ ചർച്ചകൾ വരും. കാരണം അതിനുള്ള ആൾക്കാരെ ഇപ്പോൾ തന്നെ സെലക്ട് ചെയ്യുക. കാരണം ഒന്നാമത്തെ കാര്യം, BBക്കകത്ത് നിങ്ങളിപ്പോൾ എന്നെയൊക്കെ PR എന്നൊക്കെ എത്ര കാലം വേണമെങ്കിലും പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒന്ന്, എനിക്കൊരു നല്ലൊരു ജോലിയുണ്ട്. രണ്ട്, അത്യാവശ്യം യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോ ചെയ്താൽ അതിനകത്ത് ചെറിയൊരു നമുക്ക് ആവശ്യമുള്ള, ഒരുപാടല്ല, ആവശ്യമുള്ള റവന്യൂ കിട്ടും. അത് മതി, അതിന് ധാരാളം. അതിൽ കൂടുതലൊന്നും വലിയ മോഹങ്ങളോ ആർത്തിയോ ഒന്നും എനിക്കില്ല എന്ന് അറിയുന്നവർക്ക് അറിയാം. അതുകൊണ്ട് BBക്കകത്ത് ഈ വന്ന കണ്ടസ്റ്റൻസിൻ്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് PR പരിപാടികളൊന്നും എനിക്കില്ലെങ്കിലും കുറേ അധികം ആൾക്കാർ PR ഓൾറെഡി എടുത്തു. അതായത് ബിഗ് ബോസിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ഇത്തവണ നല്ല അടിപൊളിയായിട്ടുള്ള PRകളെ ഏൽപ്പിച്ചിട്ട് തന്നെയാണ് കുറച്ച് പേര് കയറി. ഞാൻ കുറച്ചുകൂടെ കാര്യം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ റിവീൽ ആകുമായിരിക്കും.
അങ്ങനെ കുറച്ചധികം പേര് BBക്കകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ PR ഏൽപ്പിച്ചിട്ടുണ്ട്. ആ PR തീർച്ചയായിട്ടും വർക്കുകളിൽ തുടങ്ങും. ആ PR എങ്ങനെ വർക്ക് ചെയ്യുക? സ്വാഭാവികമായിട്ടും ഈ സീസണിന്റെ തുടക്ക ദിവസങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റഡ് ആവാൻ വേണ്ടി സാധ്യതയുള്ള ആൾക്കാരുടെ പാസ്റ്റ് ലൈഫും അവരുടെ അതിനകത്തുള്ള അപ്രോച്ചസും അവർ ചെയ്യുന്ന കാര്യങ്ങൾ നേരത്തെ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് രേണുസുതിയുടെ കാര്യമാണ്. രേണുസുതി ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോയിട്ട് എന്ത് കാണിച്ചാലും, ഒന്ന് തുമ്മിയാലും, ഒന്ന് കഴിഞ്ഞ സീസണിൽ ജാസ്മിനെ നമ്മൾ BBയെ കുറിച്ച് പറയുമ്പോൾ ആക്ഷേപിക്കുന്നതല്ല കേട്ടോ, ജാസ്മിൻ മറ്റേ ഹച്ചി ആരും കണ്ടില്ല, നമ്മൾ മാത്രമേ അപ്സരോട് പറയുന്നത് പോലെ ഇത്തവണ ആണെങ്കിൽ രേണുസുതി ഈച്ച് ആൻഡ് എവറി കോർണറിൻ്റെ അകത്തുനിന്ന് രേണുസുതിക്ക് എവിടെ കൂടെങ്കിലും കിട്ടി അങ്ങ് പോകും. ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിക്കോ, ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് രേണുസുതി വരുന്ന സമയം മുതൽ രേണുസുതി ഉണ്ടെങ്കിൽ എനിക്കറിയത്തൊന്നുമില്ല കേട്ടോ, രേണുസുതി ഉണ്ടോ എനിക്കറിഞ്ഞൂടാ, ഞാൻ പറയുന്നത് ഉണ്ടെങ്കിൽ രേണുസുതിയുടെ കോണ്ടന്റുകളായിരിക്കും രേണുസുതിയുടെ കൂടുതൽ പോകാൻ സാധ്യതയുള്ളത്. അത് BBക്കും ഗുണം ചെയ്യും, അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് കുറച്ചധികം എൻ്റർടൈൻമെൻറ്റ് കിട്ടും. എന്നാൽ അവരത് എങ്ങനെ മാനേജ് ചെയ്യും? കാരണം പുറത്തുള്ള സംഭവം പോലെ അകത്ത് പോയിട്ട് കളിക്കുന്നത് BBക്കകത്ത് നിന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോണ്ടന്റ് പുറത്തേക്ക് വരുന്നത് അവിടെ നിന്ന് കാണുന്ന അതേ ലൈവ് എടുത്ത് പുറത്തു വിടുകയല്ല. നമുക്കറിയാം പല സ്ഥലങ്ങളിലും വെച്ചിരിക്കുന്ന ക്യാമറകളിലെ ആംഗിളിൽ നിന്നും ആ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നതിനകത്ത് വ്യക്തമായ കോണ്ടന്റുകൾ ആര് കൊടുക്കുന്നു ആ സംഭവത്തിനെ തന്നെ ഫിൽട്ടർ ചെയ്യാൻ ഒരു ടീമുണ്ട്. ആ ഫിൽട്ടർ ചെയ്യുന്നതിനകത്ത് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും മാക്സിമം പുറത്തേക്ക് വിടുക. അതായത് പൊതുജനങ്ങൾ ചർച്ച ചെയ്യണം, ഫാൻ ഫൈറ്റ് ഉണ്ടാക്കണം. ഈ ഫാൻ ഫൈറ്റ് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരണം, വ്യൂവർഷിപ്പ് കൂടണം, കൂടുതൽ TRP TVR റേറ്റിംഗ് കൂടുന്ന സമയത്ത് അവർക്ക് എന്താ പറയുക, നല്ല നല്ല അഡ്വർടൈസ്മെന്റ്സ് വലിയ വലിയ കമ്പനികളുടെ ഇതൊക്കെ വരും. അപ്പം മൊത്തത്തിൽ ഒരു ഓളം സൃഷ്ടിക്കണം. ഈ BB തുടങ്ങുന്ന സീസൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മറ്റൊരു പ്രോഗ്രാമിനെക്കാട്ടിലും ടോപ്പ് എപ്പോഴും BB ആയിരിക്കും. കാരണം വേറെ ഒന്നുമില്ല, അതിൻ്റെ ഇത് അങ്ങനെയാണ്. പിന്നെ നമ്മുടെ മനോഭാവമൊക്കെ അങ്ങനെയൊക്കെയാണ്. നമുക്കാണെങ്കിലും മറ്റുള്ളവർ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യം കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് അപ്പുറത്ത് പോയിട്ട് നമ്മൾ വളരെ തത്വം പറയും. ഓക്കെ, ഇവൻ എന്നെക്കുറിച്ച് കൂടി ചേർത്താ പറഞ്ഞു കേട്ടോ. സോ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് കാണാനുള്ള ക്യൂരിയോസിറ്റി ആൾക്കാർക്ക് ഉണ്ടാകും. എത്ര കാണൂല എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നവനാണെങ്കിലും വന്നിരുന്ന് കുറച്ച് നേരം കാണുകയും ചെയ്യും. ചിലർ കാണത്തില്ല. കുറേ അധികം ആൾക്കാർക്കെങ്കിലും ഈ ബിഗ് ബോസിനെ തീർത്തും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ നിന്നും ബിഗ് ബോസിനെ ഈ ചാനലിലേക്ക് മാറ്റിയത്. മൂപ്പൻസ് വ്ലോഗ്സ് 2.0 എന്ന് പറയുന്ന ഈ ചാനലിലേക്ക് വന്നതിൻ്റെ റീസൺ അതാ. മെയിൻ ചാനലിൻ്റെ അകത്തത് ഇട്ടിട്ട് കാര്യമില്ല. കാരണം മെയിൻ ചാനൽ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നതിനകത്ത് കുറേ അധികം ആൾക്കാർക്ക് BB താല്പര്യമേ ഇല്ലാത്തവരാണ്, പുതിയ ആൾക്കാരാണ്. അപ്പം അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ചാനലിൻ്റെ അകത്തുള്ളത് വിട്ടിട്ട് ഈ ചാനലിലേക്ക് ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് ബിഗ് ബോസിൻ്റെ റിവ്യൂ എന്ന് പറയുമ്പോഴേക്കും ബിഗ് ബോസ് ഒരു ഗെയിമാണ്. ആ ഗെയിമിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യമാണ്. എന്നാലും അത് പുറമേ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെയധികം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫാൻ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് നടന്നേക്കാം. കുറേ അധികം കാര്യങ്ങൾ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെ റിവ്യൂ. അല്ല, ഞാൻ റിവ്യൂ എന്ന് പറയാം, ഞാൻ നോട്ട് റിവ്യൂവർ. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന റിവ്യൂവേഴ്സ് ഉണ്ട്. ഞാൻ കാണുന്ന കൂടുതൽ എന്തെങ്കിലും തരത്തിൽ എനിക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്ന് സമ്മറേട്ടൻ, രണ്ട് നമ്മുടെ മല്ലു ടോക്സ് രേവതി, ഓക്കെ, പിന്നെ രാജേട്ടൻ, ഓക്കെ, ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു മെയിൻ ഹിറ്റ് ലിസ്റ്റിൻ്റെ അകത്തുള്ള ആൾക്കാർ. ബാക്കി ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്, പേരെടുത്ത് പറയുന്ന ഒത്തിരി പേരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് അവരും. അപ്പോൾ എല്ലാവരും കൂടെ ഒരു ഓളം സൃഷ്ടിക്കുന്നു. ബിഗ് ബോസ് എന്നുള്ള സംഭവത്തിൻ്റെ അകത്ത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ 100 ദിവസം അങ്ങ് നിൽക്കുന്നു. ഇതിനിടയ്ക്ക് ലാലേട്ടൻ വരുന്നു, ലാലേട്ടൻ്റെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. അടിപൊളിയായിട്ട് സംഭവങ്ങളെല്ലാം വരട്ടെ. നല്ലൊരു മൂപ്പൻ എന്ന് പറയുന്ന എനിക്ക് ഒരു സ്പേസ് ഈ സോഷ്യൽ മീഡിയക്കകത്ത് യൂട്യൂബിൻ്റെ അകത്ത് കിട്ടിയതിന് ഒരു നന്ദിയും കടപ്പാടും ബിഗ് ബോസിനോടുണ്ട്. അതോടൊപ്പം തന്നെ സീസൺ 2 രജിത് സാറിനോടുണ്ട്. കാരണം അദ്ദേഹത്തിനോട് പല ആൾക്കാർക്കും പലതരത്തിൽ നീരസവും വ്യക്തിപരമായിട്ട് താല്പര്യക്കുറവൊക്കെ ഉണ്ടാവാം, പലതരത്തിൽ കാണാം. എങ്കിലും അദ്ദേഹം ഞാനെന്നുള്ള വ്യക്തിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുസ്ഥാനീയനാണ്. വേറെ ഒന്നും കൊണ്ടല്ല, വ്യക്തിപരമായിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ ഭാഗമായിട്ട് അതെനിക്കൊരിക്കലും മറക്കാനും പറ്റുന്നതല്ല. എൻ്റെ പല ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങളിലേക്കും എൻ്റെ ജീവിതത്തിൻ്റെ പല താഴ്ന്ന ഘട്ടങ്ങളിലും സത്യം പറഞ്ഞാൽ മറ്റാരുമില്ലാത്ത സമയത്തും എൻ്റെ കൂടെ വന്നൊരു വ്യക്തിയും കൂടാണ് അദ്ദേഹം. അതാണ് വ്യക്തിപരമായ ബന്ധം. അവിടെ നിങ്ങൾ ആശയത്തിനെയും മറ്റുള്ള തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് പൊരുത്തപ്പെടായികളൊക്കെ ഉണ്ടെങ്കിലും വ്യക്തിബന്ധങ്ങളുടെ അകത്ത് എനിക്ക് അദ്ദേഹം ഇന്നും വളരെയധികം ഒരു ഗുരുസ്ഥാനീയം തന്നെയാണ്. അതുപോലെ തന്നെ പല മുൻകാലങ്ങളിൽ ഞാൻ വിമർശിച്ചിട്ടുള്ള പല ആൾക്കാരും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. BB ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം അടിപൊളിയായിട്ട് ഈ ഒരു സീസൺ തകർക്കട്ടെ. പിന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം, ഒരു ക്യൂൻ ബെസ്റ്റ് വാഴ ടോപ്പ് 5 വന്ന വാഴ അങ്ങനെ അടക്കമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ്. ഇതൊക്കെ ജസ്റ്റ് ഫോർ ആൻഡ് ഫൺ, അല്ലാതെ വേറെ ഒരിക്കലും ആരെയും മോശമാക്കാനൊന്നുമല്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തു. അടുത്തൊരു വീഡിയോ വീണ്ടും. ബൈ.